നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നാട്ടുകാരുടെ ശക്തമായ പ്രതിഷേധത്തിനിടെ പത്തനംതിട്ട പുല്ലാട് ഭാര്യയെ കുത്തിക്കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയുടെ തെളിവെടുപ്പ് പോലീസ് പൂർത്തിയാക്കി. സംശയത്തെ തുടർന്നാണ് പ്രതി ജയകുമാർ ഭാര്യ ശ്യാമയെ കുത്തിക്കൊന്ന ശേഷം ഭാര്യാപിതാവിനെയും ബന്ധുവിനെയും ആക്രമിച്ചത്. ഒളിവിൽ പോയ പ്രതിയെ 4-ാം ദിവസം പിടികൂടിയെങ്കിലും കൊലയ്ക്കുപയോഗിച്ച കത്തി ഇതുവരെ പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഭാര്യ കുത്തിക്കൊലപ്പെടുത്തി 3 പെൺകുട്ടികളെ അനാഥരാക്കിയ ജയകുമാറിന് നേരെ നാട്ടുകാരും ബന്ധുക്കളും പാഞ്ഞെടുത്തു. ഏറെ പണിപ്പെട്ടാണ് തിരുവല്ല ഡിവൈഎസ്പിയും സംഘവും തെളിവെടുപ്പ് പൂർത്തിയാക്കിയത്. ഇക്കഴിഞ്ഞ ശനിയാഴ്ച രാത്രിയാണ് വീട്ടുവഴക്കിനൊടുവിൽ ഭാര്യ ശ്യാമയെ ജയകുമാർ കുത്തിക്കൊന്നത്. തടയാൻ ശ്രമിച്ച ഭാര്യാപിതാവ് ശശിയെയും ബന്ധു രാധാമണിയെയും കുത്തി പരിക്കേൽപ്പിച്ചു. അവർ ഇപ്പോഴും കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുകയാണ്. സംഭവശേഷം ഒളിവിൽ പോയ പ്രതിയെ പിടികൂടാൻ പോലീസ് ഏറെ പ്രയാസപ്പെട്ടു. മീശ വടിച്ച് രൂപം മാറി നടന്ന പ്രതിയെ ഒടുവിൽ തിരുവല്ല നഗരത്തിൽ നിന്നാണ് പിടികൂടിയത്. കൊലയ്ക്കുപയോഗിച്ച കത്തി പക്ഷേ ഇതുവരെ കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. പരസ്പര വിരുദ്ധമായ മൊഴികൾ നൽകുന്ന പ്രതി ജയകുമാർ പോലീസിനെ ഇപ്പോഴും വട്ടം കറക്കുകയാണ്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ വിശദമായ ചോദ്യം ചെയ്യലിന് കസ്റ്റഡിയിൽ വാങ്ങാനാണ് കോയിപ്രം പോലീസിന്റെ തീരുമാനം. നാട്ടിൽ ഇപ്പോൾ കൊലപാതകങ്ങൾ വർദ്ധിച്ചു വരികയാണ്. ഇപ്പോഴിതാ നടക്കുന്ന മറ്റൊരു കൊലപാതക വാർത്തയാണ് ഡൽഹിയിൽ നിന്നും പുറത്തുവരുന്നത്. 10 വർഷമായി കുടുംബത്തിൽ നിന്ന് അകന്ന് സന്യാസിയായി കഴിഞ്ഞിരുന്നയാൾ മടങ്ങിയെത്തി ഭാര്യയെ ചുറ്റികൊണ്ട് അടിച്ച് കൊലപ്പെടുത്തി തിരികെ വരിക എന്ന വാർത്ത ഡൽഹിയിൽ നിന്നും പുറത്തുവരുന്നു. ദക്ഷിണ ഡൽഹിയിലെ നേബ് സരായിയിൽ ബുധനാഴ്ച പുലർച്ചെ 12 മണിയോടുകൂടിയാണ് സംഭവം നടക്കുന്നത്. രാവിലെ അയൽവാസികളാണ് കിരൺ ഝാ എന്ന സ്ത്രീയെ രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന നിലയിൽ കണ്ടെത്തിയത്. പുലർച്ചെ 4 മണിയോടുകൂടിയാണ് സംഭവത്തെക്കുറിച്ച് വിവരം ലഭിച്ചതെന്ന് പോലീസ് വ്യക്തമാക്കി. പ്രതിയെന്ന് സംശയിക്കുന്ന പ്രമോദ് ഝാ പുലർച്ചെ 12:50 കിരണിന്റെ വസതിയിൽ നിന്ന് പുറത്തേക്ക് പോകുന്നത് പ്രദേശത്തെ CCTV ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. കുറ്റകൃത്യത്തിന് ശേഷം ഇയാൾ രക്ഷപ്പെട്ടതാണ് കരുതപ്പെടുന്നത് എന്ന് പോലീസ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. ഫോറൻസിക് സയൻസ് ലബോറട്ടറിയിൽ നിന്നുള്ള സംഘം സംഭവസ്ഥലം സന്ദർശിച്ച് തെളിവുകൾ ശേഖരിച്ചു. കൊലപാതകത്തിന് ഉപയോഗിച്ച ചുറ്റിക കണ്ടെത്തുന്നതായി ഉദ്യോഗസ്ഥർ അറിയിച്ചു. ബീഹാർ സ്വദേശിയായ പ്രമോദ് ഹെൽത്ത് കെയർ അസിസ്റ്റന്റായ ഭാര്യയിൽ നിന്ന് വേർപിരിഞ്ഞാണ് കഴിഞ്ഞത്. 10 വർഷമായാണ് ഇയാൾ വേർപിരിഞ്ഞ് കഴിഞ്ഞു വന്നത്. ബീഹാറിലെ മുൻഗർ ജില്ലയിലെ ചിഡിയാബാദ് ഗ്രാമത്തിൽ നിന്ന് ഓഗസ്റ്റ് 1-നാണ് ഇയാൾ ഡൽഹിയിൽ തിരിച്ചെത്തിയത്. മകൻ ദുർഗേഷ്, മരുമകൻ കമൽ, പേരക്കുട്ടി എന്നിവർക്കൊപ്പമാണ് കിരൺ താമസിച്ചു വന്നത്. ബീഹാറിലെ ദർഭംഗയിലുള്ള ഒരു മൈക്രോ ഫിനാൻസ് കമ്പനിയിലാണ് ദുർഗേഷ് ജോലി ചെയ്യുന്നത്. കൊലപാതകം നടക്കുമ്പോൾ അദ്ദേഹം ഡൽഹിയിൽ ഉണ്ടായിരുന്നില്ല എന്നും പ്രതിയെ കണ്ടെത്താനായി നിരവധി പോലീസ് സംഘങ്ങളെ നിയോഗിച്ച റെയിൽവേ സ്റ്റേഷനുകളിലും ബസ് സ്റ്റേഷനുകളിലും തിരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. കൊലപാതകത്തിന് പിന്നാലെ കാരണം വ്യക്തവുമല്ല. വിശദമായ അന്വേഷണം നടന്നുവരികയാണെന്നും ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. സംഭവത്തിൽ കൂടുതൽ അന്വേഷണം നടക്കുന്നതായി പോലീസ് പറഞ്ഞു.